ഇന്റർനാഷണൽ യോഗ ഡേ മുടക്കമില്ലാതെ തുടർച്ചയായി നടന്നു വരികയാണ്. അതിനുശേഷം ലോകമാകെ യോഗാ ദിനമായിട്ട് ഇത് ഏറ്റെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഗ്രാമാന്തരങ്ങളിലും എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ഇവിടെ ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ ഈ സമുച്ചയത്തിൽ ഇന്റർനാഷണൽ യോഗ ഡേ ആരംഭിക്കുകയാണ്. അതിനായി ആദരണീയ ജില്ലാ ജഡ്ജി ഹണി മാഡത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മുഴുവൻ ഓഫീസർമാരും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ സഹപ്രവർത്തകരെയും അഭിഭാഷക സുഹൃത്തുക്കളെയും അഡ്വക്കറ്റ് കോടതി വ്യവഹാരങ്ങൾക്ക് എഴുതിയിട്ടുള്ള സാമാന്യ ജനങ്ങൾ ഇവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ആദരണീയ ജില്ലാ ജഡ്ജിയുടെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഫസ്റ്റ് ഡിവിഷൻ അഡ്വക്കേറ്റ് അജിത് കുമാർ, CPM ശ്രീ സന്ദീപ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ യോഗാ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷം കുറച്ചുകൂടി വിപുലമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതവണ നമ്മൾ സർക്കുലർ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് സർക്കുലർ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഒരു കഴിഞ്ഞ വർഷത്തെ വിപുലമായിട്ട് നമ്മൾ ആചരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതിപ്പോൾ ഇതിന്റെ മുഖ്യ സംഘടകനായിട്ടുള്ള ശ്രീ രഞ്ജൻ അതിന് 2 ദിവസം മുന്നേ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളോട് ചോദിച്ചു നിന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. വൈകിയ സമയത്താണെങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പൊ ഈ യോഗ ഡേ എന്നൊക്കെ പറയുമ്പോൾ ഓഫ്കോഴ്സ് ഇത് ഇന്ത്യ ലോകത്തിൽ വരുന്ന ഇന്ത്യയുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ യോഗയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യമാക്കുക എന്നുള്ളതാണ് അതിലൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്തരികമായിട്ടുള്ള സൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും സമാധാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന പുതിയ വാക്കുകളാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് നമ്മളെ സംബന്ധിച്ച് പുതിയ വാക്കാണ്. അതുപോലെ തന്നെയാണ് സ്ട്രെസ് മാനേജ്മെന്റ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു പദമായിട്ട് വരികയാണ്. അപ്പൊ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യും എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളാണ് യോഗ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവരവർ തന്നെ അവരവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സ് എന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ സമാധാനം എന്ന് പറയുമ്പോൾ ഇപ്പൊ അവസാന അത്താഴത്തിന്റെ സമയത്ത് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ് ബി വിത്ത് യു എന്നുള്ളതാണ്. എന്റെ സമാധാനം ഞാൻ ലോകത്തിന് നൽകുന്നു, നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ബഹുമാനം തോന്നുന്നു. അങ്ങനെ ആ രീതിയിൽ ഇത്തരം അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകുന്നതിന് ഊർജ്ജം നൽകുന്നതിനാണ് പീസ് ബി വിത്ത് യു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിരുന്നതിനാണ് കാത്തുനിൽക്കുകയാണ്. നീക്കിക്കിട്ടുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ബഹുമാനം തോന്നുന്നു. അങ്ങനെ ആ രീതിയിൽ ഇത്തരം അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകുന്നതിന് ഊർജ്ജം നൽകുന്നതിനാണ് പീസ് ബി വിത്ത് യു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിരുന്നതിനാണ് കാത്തുനിൽക്കുകയാണ്. നീക്കിക്കിട്ടുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് സമയമൊരു നിന്നോട് തന്നെ, കാരണം നമുക്ക് നേരത്തെ നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കാഞ്ഞതിനാൽ നമുക്ക് കാർപ്പറ്റ് സംവിധാനങ്ങൾ കഴിഞ്ഞ 2 വർഷത്തെ പോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. രാത്രിയാണ് നിർദ്ദേശം കിട്ടിയത്. അത് കാരണം നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗാസനം ആദ്യം ഒരു വാമപ്പ് ചെയ്യണം. അത്രയും നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാൻ പല വേണം. അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ കുറേയെങ്കിലും ഭാഗഭാഗമായിട്ടാണ്
അത് കാരണം ഇപ്രാവശ്യവും അത് മനോഹരമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരീരം ഒന്ന് വാമപ്പ് ചെയ്യാം. കൂടി തുടങ്ങാം അല്ലേ? അല്ലെങ്കിൽ ഞാൻ മാത്രമായിട്ട് ചെയ്യുന്നത് ഭയങ്കര നടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് പേര് പങ്കെടുത്തതാണ്. മെല്ലെ മെല്ലെ വാമപ്പ് ചെയ്യാം. യെസ്, തുടങ്ങാം. എല്ലാവരും കേന്ദ്രത്തിലേക്ക് മെല്ലെ കയ്യിൽ വയ്ക്കാം. തുടങ്ങാം. നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള യോഗാസനാസം ഉണ്ട്. അതുപോലെ തന്നെ വൃക്ഷാസനം നമുക്ക് ഏകാഗ്രത വർദ്ധിക്കാനായിട്ട് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിൽ ദൃഷ്ടി മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഏകാഗ്രത വർദ്ധിക്കാനായിട്ട് സാധിക്കും. കൈകൾ തൊടുത്ത് പിടിക്കുന്നു, കാല് തൊടുതിന്റെ ഭാഗത്തായിരിക്കും. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കാലും ഇതുപോലെ ചെയ്യുക. ഇത് കുറച്ച് സമയം അങ്ങനെ ഒരു ദൂരെയുള്ള ഒബ്ജക്റ്റിൽ മുഖം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനിയും ഉണ്ട് ഒരുപാട്, പക്ഷെ സമയമില്ല. വരുന്നൂരി കോടതി കയറണം. ആദ്യ ജില്ലാരുടെ മറ്റു ഓഫീസർമാരുടെയും എല്ലാ സഹപ്രവർത്തകരുടെയും സമ്മതത്തോടുകൂടി ഞാൻ ഇന്നത്തെ ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഈ കോടതിയിലെ ചടങ്ങുകൾ അവസാനിപ്പിക്കാം. ഇവിടെ ഇന്റർനാഷണൽ യോഗ ഡേയോട് അനുബന്ധിച്ച് എത്തിച്ചേർന്ന ആദരണീയ ജില്ലാ ജഡ്ജി, മറ്റ് ഓഫീസർമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അഭിഭാഷക സുഹൃത്തുക്കൾ, അഡ്വക്കേറ്റ് ക്ലർക്കുമാർ, വ്യവഹാരത്തിനായി വന്ന വ്യക്തികൾ, ഇവർക്കെല്ലാവർക്കും, പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാവർക്കും വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങ് ഇവിടെ ഭംഗിയായി പരിസമാപ്തി കുറിക്കുകയാണ്.